ഡിവൈഎഫ്ഐ സംസ്ഥാന ഭാരവാഹികളായി ചിന്താ ജെറോമിന്റെയും എം വിജിന്റെയും പേര് നിർദ്ദേശിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഡിവൈഎഫ്ഐ ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സായി തീരുമാനിക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഫ്രാക്ഷനിൽ ഇതേ തുടർന്ന് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി AKG സെന്ററിൽ ചേർന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഫ്രാക്ഷനിൽ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. സംസ്ഥാന ഭാരവാഹികളുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ചില നേതാക്കളെ വെട്ടിനിർത്തുന്നതിന്റെ ഭാഗമായി പ്രായപരിധി 38 വയസ്സാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. സംസ്ഥാന ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സ് വരെ മതിയെന്ന് പാർട്ടി നിശ്ചയിച്ചതായി എം വി ഗോവിന്ദൻ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി എം ഷാജർ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു. സംസ്ഥാന സെക്രട്ടറി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന വിമർശനമുയർന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിന്താ ജെറോമിനെയും സംസ്ഥാന സെക്രട്ടറിയായി എം വിജിൻ MLA-യും ട്രഷററായി R രാഹുലിനെയും ഫ്രാക്ഷൻ യോഗത്തിൽ എം വി ഗോവിന്ദൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഭാരവാഹി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്തത് തെറ്റായ സന്ദേശം നൽകുമെന്ന് എം ഷാജർ അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചു. 2014 മുതൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്ന ഷുജുഖാനെ പോലെയുള്ള നേതാവിന്റെ അയോഗ്യത എന്താണെന്ന് ചോദ്യമുയരുകയും ചെയ്തു. ഡിവൈഎഫ്ഐ ഭാരവാഹികളെ പ്രായപരിധി വെട്ടിക്കുറച്ചത് CPM സംസ്ഥാന സെക്രട്ടറിന്റെ അനുമതി കൂടാതെയാണെന്നാണ് വിവരം. CPM പ്രതിപക്ഷ പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ ഡിവൈഎഫ്ഐക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ നേതൃത്വം വേണമെന്നാണ് ചിന്തയും വിജിനെയും എതിർക്കുന്നവരുടെ വാദം. യുവാക്കൾക്കിടയിൽ ഇന്നത്തെ കാലത്ത് ചിന്താ ജെറോമിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ലെന്നും MLA ആയി വിജിന് പ്രവർത്തനത്തിൽ പരിമിതി ഉണ്ടാകുമെന്നും ഇരുവരെയും എതിർക്കുന്നവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മാസം 19 മുതൽ 21 വരെയാണ് തൃശൂരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം ചേരുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം വി ഗോവിന്ദന്റെ നിലപാട് തിരുത്തുകയോ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ശക്തമായ എതിർപ്പുണ്ടാകുകയോ ചെയ്തില്ലെങ്കിൽ ഫ്രാക്ഷൻ യോഗത്തിൽ തീരുമാനങ്ങൾ തന്നെയാകും പ്രാബല്യത്തിൽ വരിക. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.